ഒരു തവണ ഞാൻ അമ്മേനെയും കൊണ്ട് ലുലു മോളിൽ പോയപ്പോ ഒറ്റ തവണ എന്റെ അമ്മേനെയും കൊണ്ട് പോയിട്ടു. ലുലു അല്ല, ചെന്നൈയിലുള്ള സമയത്ത്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് പിസ്സ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ പറ്റുമെന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞു. അപ്പൊ ഈ പിസ്സ വരുന്നു. അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെക്കുന്നവനോട് ഇത് കൊണ്ടുവെക്കുമല്ലോ, കഴിച്ചോണ്ടിരിക്കുമ്പോ പറയാ, മോനെ ഇതൊന്നും കഴിക്കാൻ പാടില്ല, മൈദയാന്ന്. അവനോട് പറയാ, മോനെ ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഫുള്ള് മൈദയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാവാ. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് ചെന്നിട്ട് വീണ്ടും വീട്ടിൽ 1000 രൂപയ്ക്ക് കഴിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ പണ്ടത്തെ കഥകളല്ലേ. പക്ഷെ അപ്പോഴും ഇതെല്ലാം നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞിട്ടും തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ അമ്മയുടെ ആ സ്വീകരണം എങ്ങനെയാ? ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ല, ഇപ്പൊ അതല്ലെന്നേ. എന്നാലും ഇതൊക്കെ ഇപ്പോഴും വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഇതേ പുതിയ ഫ്രഷ് കഥകളാണ് ഇതൊക്കെ. അല്ല, എന്നാ പോലും ഇപ്പൊ വേറെ ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നു, പണിക്ക് പോകുന്നു, ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു ഇതാ. ഇത് ചെയ്യുന്നു, പണിക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സത്യത്തിൽ അവര് മറ്റേ എഴുതി തള്ളിയ ഒരു പുത്രനായിരുന്നു. എഴുതി തള്ളിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മളൊരിക്കലും നന്നാവൂ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവല്ലോ. ഇവനെന്താ പരീക്ഷ എഴുതിയല്ലേ തോക്കുള്ളൂ. എഴുതാൻ നമ്മൾ അവിടെ പോകണല്ലോ. പോവാറില്ല. അല്ല, ഞാൻ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിരുന്നു. ഞാൻ പറയുന്നത് +1 +2 എത്തിയപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൈവിട്ടു പോയി നിർത്തിയത്. അപ്പോഴേക്ക് കോളേജിൽ പോക്കും പരിപാടികളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ ആക്ച്വലി ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട്, എനിക്ക് സാധാരണ ഞാനും ധ്യാനം കൂടെ ഇരുന്ന് ചളു പിടിക്കാറില്ല, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെല്ലാവരും കണ്ട മഴവിൽ മനോരമ അവാർഡ് നൈറ്റില് ശ്രീനിവാസൻ സാറും ലാലേട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ഭയങ്കര ഇമോഷണൽ ഫോട്ടോ ഒരിക്കലും ഇൻസ്റ്റഗ്രാമിലൊന്നും ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാത്ത ധ്യാൻ വരെ അത് പോസ്റ്റ് ചെയ്ത് കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഇമോഷണൽ മൊമെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ? അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആവുന്ന ആളല്ല, പ്രത്യേകിച്ച് മക്കളുടെ മുന്നിൽ അല്ലേ? മക്കളുടെ മുന്നിലെന്നല്ല, അങ്ങനെ ഒരു ഇതുള്ള ആളല്ല. പക്ഷെ പുള്ളി ഭയങ്കര അത് പരിപാടിക്ക് വിളിച്ചപ്പോഴേ പുള്ളിക്ക് എല്ലാവരെയും കാണാനുള്ള ആഗ്രഹവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പുള്ളി അത് പോയത്. അപ്പം അത് ഇമോഷണൽ മൊമെന്റ് നമുക്കാണ്, അത് കാണുന്ന നമുക്കായിരുന്നു ഭയങ്കര ഇതായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം അവരൊരുമിച്ച് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് കാണുക എന്നുള്ളതൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ. അപ്പൊ കാരണം അവരുടെ സൗഹൃദമൊക്കെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ അത് കണ്ടപ്പോ നമ്മുടെ എല്ലാവരുടെയും കണ്ടു നിന്നവരുടെയാണ് കണ്ണു നിറഞ്ഞത്. അല്ലെങ്കിൽ കണ്ടു നിന്നവർക്കാണ് അതൊരു കൗതുകവും സന്തോഷമൊക്കെ.